ശരിക്കും സെൽഫ് ഗോൾ അടിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. മെസ്സി വരാമെന്ന് പറഞ്ഞത് ഒക്ടോബറിലാണ്, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇങ്ങനൊരു ധാരണ, മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അന്ന് ധാരണയിലെത്തിയത് AFA-യുമായി, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണ് ഇങ്ങനൊരു ധാരണയിലേക്ക് സ്പോൺസറും കേരള സർക്കാരും ചേരുന്നൊരു സംവിധാനം ഉണ്ടായത്. പണമടയ്ക്കാൻ വൈകി എന്നതാണ് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന, അത് ഇടയ്ക്ക് വിവാദമായപ്പോൾ പണം അടച്ചു എന്നൊക്കെ സ്പോൺസർ അവകാശപ്പെടുകയും ചെയ്തു. 130 കോടി രൂപ അടച്ചു എന്നാണ് സ്പോൺസർ അവകാശപ്പെടുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇപ്പം നമ്മൾ നേരത്തെ പങ്കുവച്ചതുപോലെ AFA-യുടെ തീരുമാനപ്രകാരം 2 തവണ നോട്ടീസ് നൽകിയിട്ടും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ സ്പോൺസർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ പണം അടച്ച ശേഷം ഇപ്പോൾ അടുത്ത വർഷം വരാമെന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് എന്നാണ്. അടുത്ത വർഷം പക്ഷേ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് തങ്ങൾ നോക്കുന്നില്ല. വരുവാണെങ്കിൽ ഇത്തവണ ആയിരുന്നു തങ്ങൾക്ക് അർജന്റീന ഇവിടെ വരേണ്ടത് എന്നതായിരുന്നു സ്പോൺസറുടെ അഭിപ്രായം. അപ്പോൾ അർജന്റീനയാണ്, മെസ്സിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമാണ് ചതിച്ചത് എന്നതാണ് സ്പോൺസറുടെ വാദം. പക്ഷേ വാക്ക് പാലിക്കാത്തത് കേരള സർക്കാരും സ്പോൺസറും എന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് തലവൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.